ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് ആർക്ക് ലെങ്ത് ഇൻ സ്പേസ് എന്നുള്ളതാണ്. അപ്പം ഒരു ആർക്ക് ലെങ്ത് ഓഫ് ദി ആർക്ക് ഒരു സ്പേസിലെ കേർവിനെ അല്ലെങ്കിൽ ഒരു സ്പേസിലെ ഒരു കേർവിൻ്റെ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു സ്മൂത്ത് സ്പേസ് പ്ലെയിൻ കേർവിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താ, അതിന് ഒരു മെഷറബിൾ ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്നൊരു കേർവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കേർവിൻ്റെ ഇപ്പോൾ നമ്മൾ അതിനെ നേരെ ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ ചെയ്യും, അതിനെ നേരെ പിടിച്ചിട്ട് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ പോകുന്ന കേർവിൻ്റെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ടൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ബേസ് പോയിന്റ് 0 ആണെന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. ഇപ്പം നമ്മൾ കേർവിൻ്റെ ഡയറക്ഷൻ ഇതാണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ, പോസിറ്റീവ് ഡയറക്ഷനായിട്ട് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ എടുത്തേക്കുന്നതെങ്കിൽ ഈ ബേസ് പോയിന്റിൽ നിന്ന് 1 യൂണിറ്റ് കിടക്കുന്നതിന് നമ്മൾ 1 എന്ന് പറയും, ഇവിടെ നമ്മൾ 2 പറയും, 3 പറയും. ഇനി ഈ ബേസ് പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള പോയിന്റുകളാണെങ്കിൽ നമ്മളതിനെ -1, -2, -3 എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഒരു കേർവിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബേസ് പോയിന്റ് ആദ്യം ഫിക്സ് ചെയ്യും. അപ്പോൾ ഒരു ബേസ് പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ആ കേർവിൻ്റെ ഡയറക്ഷൻ നമ്മൾ മൂവ് ചെയ്യുമ്പം ഈ ഒരു ലെങ്ത് 1 ആണെങ്കിൽ നമ്മളിവിടെ 1 കൊടുക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 1 ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ലെങ്ത് അപ്പം 2 നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ഒരു മെഷറിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുവാണ്. അതിപ്പോൾ നമ്മൾ സാധാരണ ഒറിജിനൊക്കെ ഫിക്സ് ചെയ്യുന്നത് പോലെ ഒരു ബേസ് പോയിന്റ് ഫിക്സ് ചെയ്തു. ആ ബേസ് പോയിന്റിൽ നിന്നുള്ള മെഷറാണ് പിന്നെ നമ്മളിവിടെ പറയുന്നത്. നമ്മൾ XY പ്ലെയിനിൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുന്നത് പോലെ കേർവിൻ്റെ കേസിൽ നമ്മൾ ആ കേർവിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ, അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതേ സെയിം കേർവ് ഇവിടെ വരച്ചിട്ട് ഞാൻ ഇവിടെയാണ് ബേസ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഈ പോയിന്റ്, അപ്പോൾ ഇതാ -3ക്ക് പകരം നമ്മളിവിടെ ബേസ് പോയിന്റ് എടുത്താൽ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1, ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2, അപ്പോൾ ഈ പോയിൻ്റൊക്കെ 3 ആയിട്ട് മാറും. അപ്പം ബേസ് പോയിന്റ് മാറുന്നതനുസരിച്ച് ഓരോ പൊസിഷൻ്റെയും ഡിസ്റ്റൻസിന് വ്യത്യാസം വരും. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള ലെങ്ത് ഓഫ് എ സ്മൂത്ത് കേർവാണ്. അപ്പോൾ കേർവിൻ്റെ പാരാമെട്രൈസേഷൻ നമുക്കറിയാം. ഒരു കേർവ് R⁻ എന്നുള്ള കേർവിൻ്റെ പാരാമെട്രിക്സ് ഇക്വേഷൻ നമുക്ക് x(t)(i) + y(t)(j) + z(t)(k) അല്ലെങ്കിൽ f(t), g(t), h(t) ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ എക്സും വൈയും ഇസഡും എല്ലാം ഇൻ ടേംസ് ഓഫ് ടി ഒരു പാരാമെട്രിക് ഫോം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എയിൽ നിന്ന് ബി തൊട്ടുള്ള എ തൊട്ട് ബി വരെയുള്ള അതിൻ്റെ ലെങ്ത് ഓഫ് ദി കേർവ് എന്ന് പറയുന്ന ഇൻ്റഗ്രൽ a to b √(dx/dt² + dy/dt² + dz/dt² dt ഇതായിരിക്കും ലെങ്ത് ഓഫ് ദി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ a to b, അപ്പോൾ ഇത് നമ്മൾ R⁻ നമ്മൾ x(t) ആയിട്ട് എടുക്കുവാണെങ്കിൽ dr/dt എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ R⁻ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ, dx/dti + dy/dtj + dz/dtk. കാരണം നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ദിവസം ഒരു വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ കമ്പോണൻറ്റ് വൈസ് ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് R എന്നുള്ള വെക്റ്റർ x(t), y(t), z(t) ആണ് അതിൻ്റെ കമ്പോണൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പോണൻറ്റ്സ് എന്തായിരിക്കും, dx/dt, dy/dt, dz/dt. അപ്പോൾ dr/dt നമുക്ക് dx/dti + dy/dtj + dz/dt എടുക്കാം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് dr/dt, ഒരു വെക്റ്ററിൻ്റെ മോഡുലസ് എടുക്കാന്ന് പറഞ്ഞാൽ എന്താ, √() ദി കമ്പോണൻറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്താ, dx/dt² + dy/dt², വെക്റ്ററിൻ്റെ സ്ക്വയർ കമ്പോണൻറ്റ് വൈസ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തിട്ട് √ എടുക്കണം, dz/dt² ആണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇതൊന്നും dr/dt എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡുലസ് ഓഫ് v⁻. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് v⁻. അപ്പോൾ നമുക്ക് ലെങ്തിൻ്റെ ഫോമിലേക്ക് വരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇൻ്റഗ്രൽ a to b മോഡുലസ് ഓഫ് v⁻(t) dt എന്നുള്ള ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ലെങ്ത് ഓഫ് ദി കർവ്, ഒരു സ്മൂത്ത് കർവിൻ്റെ ലെങ്ത് കാണാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ഫോർമുല ഇൻ്റഗ്രൽ a to b മോഡുലസ് ഓഫ് v⁻(t) dt. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, അപ്പോൾ ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ ബേസിക് സ്റ്റെപ്പ് നമുക്ക് തന്നിരിക്കുന്ന കർവിൻ്റെ പാരാമെട്രൈസേഷൻ അറിഞ്ഞിരിക്കണം. അറിയത്തില്ല എങ്കിൽ, പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കർവിനെ പാരാമെട്രൈസ് ചെയ്ത് അതിൻ്റെ R⁻(t) കണ്ടുപിടിക്കണം, പൊസിഷൻ വെക്റ്റർ കണ്ടുപിടിക്കണം. എന്നിട്ട് വെലോസിറ്റി വെക്റ്റർ കാണുക, അതിൻ്റെ മോഡുലസ് കാണുക,
എന്നിട്ട് ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദി കർവ് കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ദി കർവിന് ഫോർമുലയായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി കർവ് കാണാൻ വേണ്ടി ആർ ബാർ ഓഫ് ടി ഈ ഒരു ഫോർമുല ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി കർവിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ഡി എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി സ്ക്വയർ ഡി ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ലെങ്ത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞ് പറയാൻ എളുപ്പത്തിന് വേണ്ടി അതൊരു പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇതെന്ന് പറയുന്നത് എന്താ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി. അപ്പോൾ നമുക്കതിനെ ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് ലെങ്ത് കാണാനുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ glider is soaring upward, is soaring, S-O-A-R-I-N-G, upward, is soaring upward along the helix, r bar of t equal to cos ti plus sin tj plus tk. ഈ ഐ ജെ കെക്ക് ക്യാപ്പ് ഇടണേ, വെക്ടർ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. വെക്ടർ എ glider is soaring upward along the helix, vector r is equal to cos ti plus sin tj plus tk. How long is the glider's path? How long is the glider's path from t equal to 0 to t equal to 2 pi? How long is the glider's path from t equal to 0 to t equal to 2 pi? അപ്പം നമുക്ക് ലെങ്ത് ഓഫ് ദി കർവ്, ഹൗ ലോങ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദി കർവ് അല്ലേ കാണേണ്ടത്. അപ്പം നമുക്ക് വെക്റ്റർ ആർ എന്ന് പറയുന്നത് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ പാത്ത് ഫ്രം ടി ഈക്വൽ ടു 0 ടു ടി ഈക്വൽ ടു 2 പൈ. ഇതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. ലെങ്ത് ഓഫ് ദി കർവ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി. ഇതാണ് ഫോർമുല. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2 പൈ. നമ്മുടെ എ എന്ന് പറയുന്നത് 0, ബി എന്ന് പറയുന്നത് 2 പൈ. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ നമുക്ക് ഇനി വി ബാർ കാണാം. ആർ ബാർ ഓഫ് ടി തന്നിട്ടുണ്ട്. വി ബാർ ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് സൈൻ ടിയുടേത് കോസ് ടി പ്ലസ് ടി കെയുടെ ഡെറിവേറ്റീവ് കെ. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്കിനി കണ്ടുപിടിക്കാം. വി ബാർ ഓഫ് ടി കിട്ടി. ഇനി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി വെക്ടറിൻ്റെ മോഡുലസ് കാണാൻ വേണ്ടി അതിൻ്റെ കമ്പോണൻറ്റ് വൈസ് സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കണം. കെയുടെ കമ്പോണൻറ്റ് 1 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സൈൻ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. കെയുടെ കമ്പോണൻറ്റ് 1 ആണ്. അപ്പോൾ സൈൻ ടിയുടെ സ്ക്വയർ സൈൻ സ്ക്വയർ ടി കോസ് സ്ക്വയർ ടി പ്ലസ് 1 സ്ക്വയർ റൂട്ട്. ഇനി സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്താ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് എടുക്കാം. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 1 + 1 ഈക്വൽ ടു √2 എന്ന് കിട്ടും. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഈക്വൽ ടു √2. Therefore length of the curve L is equal to integral 0 to 2 pi modulus of v bar of t dt. ഫോർമുല ഒന്നും കൂടെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi. ഇവിടെ മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ √2 ഡി ടിനെ കിട്ടി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ √2 കോൺസ്റ്റൻ്റ് ആണ്. ഡി ടി ചെയ്യുമ്പം t ഫ്രം 0 to 2 pi എന്ന് വരും, which is equal to √2 into 2 pi minus 0. അപ്പോൾ ആൻസർ 2 pi √2 എന്ന് വരും. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഗ്ലൈഡർ എന്ന് ഫ്രം t ഈക്വൽ ടു 0 ടു t ഈക്വൽ ടു 2 pi എന്ന് പറഞ്ഞാൽ നമുക്ക് 2 pi √2 എന്ന് കിട്ടി. 2 pi √2 എന്ന് കിട്ടി. Second question. Find the point on the curve. Vector r is equal to 5 sin ti plus 5 cos tj plus 12 tk. Find the point on the curve. Vector r is equal to 5 sin ti plus 5 cos tj plus 12 tk at a distance
26 pi units at a distance 26 pi units along the curve from the point 0, 5, 0 at a distance 26 pi units along the curve from the point 0, 5, 0 in the direction of increasing arc length. In the direction of increasing arc length. In the direction of increasing arc length. Find the point on the curve. Vector r is equal to 5 sin ti plus 5 cos tj plus 12 tk at a distance 26 pi units. At a distance 26 pi units along the curve from the point 0, 5, 0 in the direction of increasing arc length. In the direction of increasing arc length. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് 2 പ്രാവശ്യം ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? കേർവിലെ ഒരു പോയിന്റ്, ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ കേർവ്. അപ്പോൾ കേർവിലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയുള്ള ഒരു പോയിന്റാണ്? ഈ കേർവിലെ ഒരു പോയിന്റാണ് പറഞ്ഞത്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 26 pi units along the curve from the point 0, 5, 0. അപ്പോൾ 0, 5, 0 എന്നുള്ള പോയിന്റിൽ നിന്ന് 26 pi യൂണിറ്റ്സ് ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊസിഷൻ വെക്ടറിൻ്റെ അകത്ത് ഏത് ടിക്ക് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ 0, 5, 0 കിട്ടുന്നതെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. അപ്പോൾ നമുക്കറിയാം 5 sin t 0 5 cos t 5 ആണ്, 12 tk 0. അപ്പോൾ 12t 0 എന്ന് പറയുമ്പോൾ t ഈക്വൽ ടു 0 ആയേ പറ്റുള്ളൂ അല്ലേ. 12t 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് t ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് t ഈക്വൽ ടു 0 വെൻ r ബാർ ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ r ഓഫ് 0 എന്ന് പറയുന്നത് 5 sin 0, അപ്പോൾ അത് 0i പ്ലസ് 5 cos 0 എന്ന് പറയുന്നത് 5j പ്ലസ് 12 0 എന്ന് പറയുമ്പോൾ 0k. അപ്പോൾ ആക്ച്വലി ആർ ബാർ ഓഫ് 0 എന്ന് പറയുന്നത് 0i പ്ലസ് 5j പ്ലസ് 0k. അപ്പം 0, 5, 0 എന്ന് പറയുന്നത് അറ്റ് t ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ 0, 5, 0 എന്ന് പറയുന്നത് നമുക്ക് t ഈക്വൽ ടു 0 കൊടുക്കുന്നൊരു പോയിന്റ്. അപ്പോൾ ആ t ഈക്വൽ ടു 0 തൊട്ട് എവിടം വരെ മൂവ് ചെയ്യുമ്പോഴാണ് 26 pi യൂണിറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ പോയിന്റിനെ നമുക്ക് കണ്ടുപിടിക്കണം. ആ പർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനൊരു പോയിന്റ് ABC എന്ന് പറഞ്ഞൊരു പോയിന്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ കറസ്പോണ്ടിങ് ടി വാല്യൂ നമുക്കൊരു ടി നോട്ട് എന്ന് എടുക്കാം. ലെറ്റ് r bar of t naught be the position vector of the point. Let r bar of t naught be the position vector of the point which is at a distance of 26 pi units let the position vector of let r bar of t naught be the position vector of the point which is at a distance of 26 pi units from the point 0, 5, 0. From the point 0, 5, 0. See, 0, 5, 0 is obtained by putting t is equal to 0. 0, 5, 0 is obtained by putting t equal to 0. We know that length of the curve is equal to integral a to b modulus of v bar of t dt. We know that length of the curve is equal to modulus of v bar of t dt. അപ്പോൾ നമുക്ക് v bar of t കാണാം. v bar of t equal to dr by dt ആണ്. അപ്പോൾ അത് ചെയ്യുമ്പം നമുക്ക് 5 sin t ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 5 cos t I 5 cos t I plus 5 cos t ചെയ്യുമ്പം മൈനസ് 5 sin t j 12 t k ചെയ്യുമ്പം 12 k ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പം നമുക്ക് 5 cos t I മൈനസ് 5 sin t j പ്ലസ് 12 k എന്ന് കിട്ടി. Therefore, modulus of v bar of t equal to
5 cos t square plus minus 5 sin t square plus 12 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്, which is equal to 25 cos square t plus 25 sin square t plus 144. ഇനി നമുക്ക് 25 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 144 എന്ന് എഴുതാൻ മേലേ. സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 144. ഇനി കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1, അപ്പോൾ നമുക്കതിന് 25 പ്ലസ് 144 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 169. 169 എന്ന് പറയുമ്പോഴത്തേക്കും അത് 13 ആണ്. Therefore, modulus of V bar of t is equal to 13 എന്ന് കിട്ടി. Given length from t equal to 0 to, നമ്മൾ മറ്റേ പോയിൻറ്റിനെ t നോട്ട് എന്നാണ് എടുത്തേക്കുന്നത്. ലെങ്ത് ഫ്രം t equal to 0 to t നോട്ട് ഈസ് t equal to 0 to t equal to g naught is 26 pi. Therefore, 26 pi is equal to integral 0 to t naught. ഈ t naught എന്നുള്ള പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. integral 0 to t naught modulus of v bar of t dt. When 26 pi is equal to integral 0 to t naught 13 dt എന്ന് വരും. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമുക്ക് 26 പൈ ഈസ് ഈക്വൽ ടു 13 ടി എ ഡി ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 13 ടി ഫ്രം 0 ടു ടി നോട്ട്. അപ്പം നമുക്കത് 13 ഇൻറ്റു ടി നോട്ട് മൈനസ് 0 എന്ന് വരും. അപ്പം നമുക്ക് 26 പൈയെ 13 വെച്ച് ചെയ്താൽ 2 പൈ വരും. അപ്പോൾ നമുക്ക് 26 പൈ ബൈ 13 ഈസ് ഈക്വൽ ടു ടി നോട്ട് മൈനസ് 0 ടി നോട്ട് 13 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2 പൈ എന്ന് കിട്ടും. അപ്പോൾ 2 ടി നോട്ട് ഈക്വൽ ടു 2 പൈ. Therefore, ടി നോട്ട് 2 പൈ ആണ്. അപ്പം പോയിൻ്റ് ഓൺ ദി curve which is at a distance of 26 pi units, the point on the curve which is at a distance of 26 pi units, which is at a distance of 26 pi units is നമുക്ക് പോയിൻ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആർ ബാർ ഓഫ് ടിക്കകത്ത് ടി ഈക്വൽ ടു 2 പൈ കൊടുക്കണം. ആർ ബാർ ഓഫ് ടിക്കകത്ത് നമുക്ക് നമ്മുടെ വെക്റ്റർ ആർ എന്ന് പറയുന്നത് നമ്മുടെ 5 സൈൻ ടി ഐ 5 കോസ് ടി ജെ പ്ലസ് 12 ടി കെ എന്നുള്ളതല്ലേ. അപ്പോൾ ഈസ് പോയിൻ്റ് ഓൺ ദ കർവ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 26 പൈ യൂണിറ്റ് ഈസ് 5 sin 2 pi, 5 cos 2 pi, 12 into 2 pi. പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എക്സ് വൈ ഇസഡ് എന്നുള്ള നമ്മുടെ ഐ ജെ കെ കമ്പോണൻസിൻ്റെ അകത്ത് ടി ഈക്വൽ ടു 2 പൈ കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സൈൻ 2 പൈ എന്ന് പറയുന്നത് 0, 5 ഇൻറ്റു കോസ് 2 പൈ 5, 12 ഇൻറ്റു 2 പൈ 24 പൈ. അപ്പോൾ ആ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 0.524 പൈ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഇച്ചിരി ലെങ്തി ആയിരുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ 2 പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാനായിരുന്നു. ഫൈൻഡ് ദ പോയിൻ്റ് ഓൺ ദ കർവ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 26 പൈ യൂണിറ്റ്സ് എലോങ് ദ കർവ് ഫ്രം ദ പോയിൻറ്റ് 050. അപ്പം നമ്മുടെ പൊസിഷൻ വെക്റ്റർ ആർ ബാർ ഓഫ് ടി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ആ പർട്ടിക്കുലർ 050 എന്നുള്ള പോയിന്റിൽ നിന്ന്, അപ്പോൾ നമ്മുടെ ഒരു കേവ് എന്താണെന്ന് നമുക്കറിയത്തില്ല, അതിലൊരു പോയിൻ്റാണ് 050.
അതിൽ നിന്ന് കുറച്ചൊരു 26 പൈ യൂണിറ്റ്സ് വരുന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ടിയുടെ വാല്യൂവിനെ നമ്മൾ T0 എന്ന് വിളിച്ചു. അപ്പോൾ ഈ പോയിൻ്റ് ഏതാണെന്നുള്ള ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 050 എന്നുള്ളത് t=0 കൊടുക്കുമ്പോഴത്തെ പോയിൻ്റാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to T0 മോഡുലസ് ഓഫ് v ബാർ ഓഫ് t dt. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ t to T0. അപ്പോൾ t എന്ന് പറയുന്നത് 0 ആണ്. T0 എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. മോഡുലസ് ഓഫ് v ബാർ ഓഫ് t dt എന്ന് പറയുന്നത് 26 പൈ ആണ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം v ബാർ ഓഫ് t സോൾവ് ചെയ്തപ്പം അത് നമുക്ക് മോഡുലസ് ഓഫ് v ബാർ 13 ആണെന്ന് കിട്ടി. അപ്പോൾ അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് T0 എന്ന് പറയുന്നത് 2 പൈ കിട്ടി. അപ്പോൾ T0 എന്നുള്ളത് ടിയുടെ വാല്യൂ ആണ് 2 പൈ. അപ്പോൾ കറസ്പോണ്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താ? 5 സൈൻ 2 പൈ, 5 കോസ് 2 പൈ, 12t എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 2 പൈ. അതാണ് കറസ്പോണ്ടിങ് പോയിൻ്റ്. അതായത് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് പോയിൻ്റ് 0,524 എന്ന് കിട്ടും. ഇനി നമുക്ക് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ വിത്ത് എ ബേസ് പോയിൻ്റ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജനറലി ലെങ്ത് ഓഫ് ദി കർവ് കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറയും. ലെങ്ത് ഓഫ് ദി കർവ് കാണാൻ വേണ്ടി ഒരു എയിൽ നിന്ന് ബിയിലോട്ടുള്ള ലെങ്ത് കാണാനായിട്ടാണെങ്കിൽ ടിയുടെ ഈക്വൽ ടു എ തൊട്ട് ടി ഈക്വൽ ടു ബി വരെയുള്ള ലെങ്താണ് കാണുന്നതെങ്കിൽ ഇൻ്റഗ്രൽ a to b മോഡുലസ് ഓഫ് v ബാർ ഓഫ് t dt ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദി കർവ് കാണാം എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പർട്ടിക്കുലറായിട്ട് ഒരു ബേസ് പോയിൻ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കർവ് ഇങ്ങനൊരു കർവ് നമ്മളിങ്ങനെ ഒരു കർവ് എടുത്തു. ഈ പോയിൻ്റാണ് നമ്മൾ ബേസ് പോയിൻ്റ് T0 ആയിട്ട് എടുക്കുന്നത്. ബേസ് പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറിനെയാണ് നമ്മൾ PT0 എന്ന് പറയുന്നത്. പൊസിഷൻ വെക്ടർ ഓഫ് T0. പൊസിഷൻ വെക്ടർ ഓഫ് T0 എന്ന് കാണിക്കാൻ വേണ്ടിയാണ് P ഓഫ് T0. ഇത് ആക്ച്വലി എന്താ? R ബാർ ഓഫ് T0 ആണ്. ഇതാണ് നമ്മൾ ബേസ് പോയിൻ്റ്. ഈ ഒരു പോയിൻ്റ് നമ്മൾ ബേസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കർവിൽ ഒരു പോയിൻ്റാണ്. അവിടുത്തെ ടിയുടെ വാല്യൂ ടി ആയിട്ട് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഈ ജനറലി നമ്മൾ കർവിൽ ഒരു പോയിന്റിന് നമ്മൾ വെക്റ്റർ ആർ ബാർ ഓഫ് ടി നമുക്ക് എടുക്കാമല്ലോ. ജനറലി ഒരു കർവിൽ ഇവിടെ എവിടെയെങ്കിലും ഉള്ളൊരു പോയിന്റിന് നമുക്ക് ആർ ബാർ ഓഫ് ടി എടുക്കാം. അപ്പോൾ ഈ T0 നിന്ന് ടിയിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് എലോങ് ദി കർവ് ഫ്രം ദ ബേസ് പോയിന്റ് T0. ഈ T0 നിന്ന് ടിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആർക്ക് ലെങ്ത് ഫ്രം ദ ബേസ് പോയിന്റ് T0 ടു ദ പോയിന്റ് T. അപ്പോൾ ആ ആർക്ക് ലെങ്ത് പാരാമീറ്ററിന് നമ്മൾ എസ് ഓഫ് ടി എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ ബേസ് പോയിന്റിൽ നിന്ന് കർവിലെ ഒരു ജനറൽ പോയിന്റ് ടിയിലോട്ടുള്ള ആ ടിക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് ഒരു ജനറൽ ആയിട്ടൊരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നതെങ്കിൽ നമ്മുടെ ആർക്ക് ലെങ്തും ഇൻ ടേംസ് ഓഫ് ടി ആയിരിക്കും നമുക്ക് കിട്ടാൻ. ലെങ്ത് ഓഫ് ദി കർവ് നമുക്ക് ഇൻ ടേംസ് ഓഫ് ദാറ്റ് ടി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബേസ് പോയിന്റ് ടി ആയിട്ട് എടുത്താൽ നമ്മൾ T0 തൊട്ട് ടി വരെയുള്ള ലെങ്ത് ഓഫ് ദ കർവിനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ഓഫ് ടി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്ക് ലെങ്ത് പാരാമീറ്ററും ആർക്ക് ലെങ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ലെങ്ത് ഓഫ് ദി കർവ് അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് കണ്ടപ്പം നമുക്ക് ആ T0 ടിയും നമുക്ക് പർട്ടിക്കുലറായിട്ട് വാല്യൂസ് ആയിട്ട് അറിയാമായിരുന്നു. എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ബി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റുമായിരുന്നു. ഇവിടെ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് കാണുമ്പം നമ്മളുടെ വ്യത്യാസം എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അവസാനത്തെ എൻഡിങ് പോയിന്റ് ഇൻ ടേംസ് ഓഫ് ടി എന്ന് തന്നെ നമ്മൾ ടി എന്ന് തന്നെ ഇട്ടേക്കും. അപ്പോൾ ടിക്ക് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ലെങ്തുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എസ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ബേസ് പോയിന്റിൽ നിന്ന് ആ കേവലം ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒരു ജനറൽ പോയിന്റ് ടിയിലോട്ടുള്ള ലെങ്തിനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ഓഫ് ടി എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി വേരിയബിൾ ടി ഉള്ളത് കൊണ്ട് നമ്മൾ മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടിക്ക് പകരം മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ ഡി ടോ. അതായത് ഓൾറെഡി നമുക്ക് ടി എന്നുള്ള വേരിയബിൾ നമ്മൾ സാധാരണ ലെങ്തിൻ്റെ ഫോർമുല ലെങ്ത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് ഇൻ്റഗ്രൽ a to b മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഡി ടി എന്നുള്ള ഫോർമുലയാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ടോ എന്നുള്ളത് യൂസ് ചെയ്തതിൻ്റെ കാരണം എന്താ? ഇവിടെ എയും ബിയും കോൺസ്റ്റൻസ് ആയിരുന്നു. നമുക്ക് ആ വാല്യൂസ് ഇട്ട് കൊടുക്കാമായിരുന്നു. ഇവിടെ T0 മാത്രമേ ഒരു വാല്യൂ ഉള്ളൂ. ടി എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പം നമുക്ക് ഇവിടെ പിന്നെയും ടി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു വേരിയബിൾ ടോ എന്നുള്ളത് യൂസ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആർക്ക് ലെങ്തും തമ്മിലുള്ള ഡിഫറൻസ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് തൊട്ട് ഒരു പർട്ടിക്കുലർ ഫിക്സഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്. ആർക്ക് ലെങ്ത് പാരാമീറ്റർ നമ്മൾ പറയുമ്പം കർവിൽ നമ്മളൊരു ബേസ് പോയിന്റ് T0 ഫിക്സ് ചെയ്തു. ആ T0 നിന്ന് കർവിലെ ഒരു ജനറൽ പോയിന്റ് ടിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു ബേസ് പോയിന്റിൽ നിന്ന് നമ്മുടെ കർവിൽ ഒരു
ജനറൽ പോയിന്റ് ടിയിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് ലെങ്ത് പാരാമീറ്ററിന് നമ്മൾ സാധാരണ കൊടുക്കുന്ന നൊട്ടേഷൻ എസ് ഓഫ് ടി എന്നുള്ള കർവിൻ്റെ ഡയറക്ഷനുള്ള മോഷനാണ്. അപ്പോൾ എസ് ഓഫ് ടി എന്ന് പറയുന്നത് ടി നോട്ടിൽ നിന്ന് ടിയിലോട്ട് എസ് ഓഫ് ടി, എസിൻ്റെ വാല്യൂ അറ്റ് ടി എന്നാണ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ടി ആണ് പറയുന്നത്. അപ്പോൾ ആൻസറും ഇൻ ടേംസ് ഓഫ് ടി ആയിരിക്കും. അപ്പോൾ ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ലെങ്തുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ ഡി ടോ എന്നുള്ളതാണ് ആർക്ക് ലെങ്ത് പാരാമീറ്ററിൻ്റെ ഫോർമുല വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് ലെങ്ത് എസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ആർക്ക് ലെങ്ത് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി. അപ്പോൾ എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എസ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു റിലേഷൻ എസ്സും ടിയും തമ്മിൽ നമുക്കൊരു റിലേഷൻ കിട്ടും. എസ് എന്ന് പറയുന്ന ഒരു ടിയുടെ ഫങ്ഷനായിട്ട് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ടി ഈസ് എ ടി ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എസ് ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയാലേ ടി എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ഫോമിൽ കിട്ടി. ഇപ്പോൾ സപ്പോസ് എസ് ഈസ് ഈക്വൽ ടു സം ടി പ്ലസ് 2 എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമുക്ക് ടി ഈസ് ഈക്വൽ ടു എ ഫങ്ഷൻ ഓഫ് എസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് ആർ ബാർ ഓഫ് ടിക്ക് പകരം നമുക്ക് ആർ ബാർ ഓഫ് എ ഫങ്ഷൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, ഫങ്ഷൻ ഓഫ് എസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആർ ബാർ ഓഫ് ടിക്ക് പകരം നമുക്ക് ആർ ബാർ ഓഫ് എസ് മൈനസ് 2 ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നോട്ടൊന്ന് വായിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ കേർവ് എന്ന് പറയും ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ടി ആയിരിക്കും. അത് അതിൻ്റെ ഒരു ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ചെയ്യുമ്പോൾ എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ആയിട്ട് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ടി ഈസ് എ ഫങ്ഷൻ ഓഫ് എസ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ആർ ബാർ ഓഫ് ടി എന്നുള്ളത് നമുക്ക് ആർ ബാർ ഓഫ് എ ഫങ്ഷൻ ഓഫ് എസ് ആയിട്ട് ടിക്ക് പകരം ടി ഈസ് എ ഫങ്ഷൻ ഓഫ് എസ് ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അങ്ങനെ നമുക്കൊരു പുതിയൊരു പാരാമീറ്ററൈസ്ഡ് ഫോം ആർ ബാർ ഓഫ് ടി. നമ്മുടെ അവിടെ പാരാമീറ്റർ ടി ആയിരുന്നു, അതിന് പകരം നമുക്ക് പാരാമീറ്റർ എസ് ആക്കി മാറ്റാൻ പറ്റും. ആർക്ക് ലെങ്ത് പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് ടിക്ക് പകരം ഇൻ ടേംസ് ഓഫ് എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഒരു പ്രോബ്ലം വെച്ചിട്ട് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. അപ്പോൾ നമ്മൾ പറഞ്ഞിത്രേ ഉള്ളൂ ആർക്ക് ലെങ്ത് പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് എസ് ആണ്. അപ്പോൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ നമ്മൾ എസ് ഓഫ് ടി എന്നാണ് കൊടുക്കുന്ന നൊട്ടേഷൻ. അത് എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ഫോമിൽ കിട്ടും. അതിൽ നിന്ന് നമ്മൾ ടി ഈസ് എ ഫങ്ഷൻ ഓഫ് എസ് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ടിക്ക് ഇൻ ടേംസ് ഓഫ് എസ് പറഞ്ഞാൽ നമുക്ക് ആർ ബാർ ഓഫ് ടി എന്നുള്ളത് ആർ ബാർ ഓഫ് എ ഫങ്ഷൻ ഓഫ് എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ, find the arc length parameterization. Find the arc length parameterization of the helix r bar of t equal to cos ti plus sin tj plus tk. Find the arc length parameterization of the helix r bar of t equal to cos ti plus sin tj plus tk. Take t naught equal to 0. Base point ആണ് t naught equal to 0. Take t naught is equal to 0. അപ്പോൾ നമുക്ക് ആർക്ക് ലെങ്ത് പാരാമീറ്ററിൻ്റെ ഫോർമുല അറിയത് ദ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ദ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു integral t naught to t modulus of v bar of tau d tau. അപ്പം നമുക്ക് ആർ ബാർ തന്നിട്ടുണ്ട്. ആദ്യം വെലോസിറ്റി വെക്റ്റർ വി ബാർ ഓഫ് ടി കണ്ടുപിടിക്കണം. വെലോസിറ്റി വെക്റ്റർ വി ബാർ ഓഫ് ടി ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈനെ ചെയ്യുമ്പം പ്ലസ് കോസ്, ടിയുടേത് 1. അപ്പം മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി പ്ലസ് കെ എന്ന് വരും. അപ്പം മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറയുമ്പം അത് മൈനസ് സൈൻ ടിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ ടി, കോസ് ടിയുടെ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് 1. കെയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് 1 പ്ലസ് 1 ഈക്വൽ ടു √2 എന്ന് കിട്ടും. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഇവിടെ ആക്ച്വലി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ടി ഇട്ടാലും ടോ ഇട്ടാലും എല്ലാം ഇവിടെ ഒരുപോലെ. Therefore, v bar of tau യും നമുക്ക് modulus of v bar of tau equal to √2 എന്ന് കിട്ടും. Therefore, the arc length parameter s of t is equal to the arc length parameter s of t is equal to
ടി നോട്ട് 0 ആണ്. ഇൻ്റഗ്രൽ 0 ടു ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ ഡി ടോ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ എന്ന് പറയുന്നു √2 ഡി ടോ √2 ഡി ടോ എന്ന് വരും. √2 കോൺസ്റ്റൻ്റ് ആണ്. √2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഫ്രം 0 ടു ടി എന്ന് വരും. അപ്പം നമുക്ക് എന്നാ വരും? √2 ഇൻറ്റു ടി മൈനസ് 0 √2 ഇൻറ്റു ടി മൈനസ് 0 അപ്പോൾ √2 ടി എന്ന് കിട്ടും. therefore the arc length parameter s of t is equal to √2 ടി. അപ്പോൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ആ എസ്സും ടിയും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് എന്നാ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഹിയർ എസ് ഇസ് ഈക്വൽ ടു √2 ടി. therefore t is equal to s by √2 എന്ന് നമുക്ക് പറയാമല്ലോ. t is equal to s by √2. From s is equal to √2 by t, we have t is equal to s by √2. Substituting into the position vector r bar, r bar of t ക്ക് പകരം r bar of t of s ആയിട്ട് മാറും. t is a function of ഇതായിട്ട്. അപ്പം സൈൻ ആയിട്ടത് കോസ് ടി ഐ അല്ലായിരുന്നു. കോസ് ടിക്ക് പകരം കോസ് ഓഫ് എസ് ബൈ √2 ഐ പ്ലസ് സൈൻ ഓഫ് എസ് ബൈ √2 ജെ പ്ലസ് ടി കെ എന്നുള്ളത് എസ് ബൈ √2 കെ എന്ന് വരും. ഇതാണ് പാരാമെട്രൈസേഷൻ. നമ്മൾ ആർ ബാർ ഓഫ് ടി ഓഫ് എസ് ഇൻ ടേംസ് പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് ദി ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് എന്ന് പറയുന്നത് കോസ് എസ് ബൈ √2 ഐ സൈൻ എസ് ബൈ √2 ജെ പ്ലസ് എസ് ബൈ √2 കെ എന്ന് കിട്ടും. അപ്പം ആർക്ക് ലെങ്ത് പാരാമീറ്റർ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ ഡി ടോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഒരെണ്ണം രണ്ടും എക്സസൈസ് കിടക്കുന്നതാണ്. ഒരെണ്ണം ഞാൻ ചെയ്തു തരാം, ഒരെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് പാരാമീറ്റർ along the curve from the point where find the arc length parameter along the curve from the point t naught equal to 0. Find the arc length parameter along the curve from the point where t naught equal to 0. Then find the length of the indicated portion of the curve. Then find the length of the indicated portion of the curve. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് വൺ എ നിങ്ങൾ തന്നെ ചെയ്യണം, എളുപ്പമാണ്. ബി ഞാൻ ചെയ്തു തരാം. ആർ ബാർ ഓഫ് ടി ഈക്വൽ ടു 4 cos t i plus 4 sin t j plus 3 tk comma 0 less than or equal to t less than or equal to pi by 2. Vector r is equal to 4 cos ti plus 4 sin tj plus 3 tk 0 less than or equal to t less than or equal to pi by 2. ഇപ്പോൾ ഇവിടെ ആദ്യം വെലോസിറ്റി വെക്ടർ വി കണ്ടുപിടിക്കണം. എന്നിട്ട് വെലോസിറ്റി വെക്ടറിൻ്റെ മോഡുലസ് കാണണം. എന്നിട്ട് ഇൻ്റഗ്രൽ ടി നോട്ട് 0 ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി. അപ്പോൾ 0 ടു ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ ഡി ടോ ചെയ്യുമ്പോൾ ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് കിട്ടും. എന്നിട്ട് ലെങ്ത് ഓഫ് ദി കർവ് ഫ്രം 0 ടു പൈ ബൈ 2 ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രൽ 0 ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ 0 ടു ചെയ്തപ്പോഴാണ് നമുക്ക് ആർക്ക് ലെങ്ത് പാരാമീറ്റർ കിട്ടിയത്. അപ്പോൾ ആ കിട്ടിയ എസ് ഓഫ് ടിക്കകത്ത്
എസ് ഓഫ് ടി നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അത് എസ് ഓഫ് പൈ ബൈ 2 കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 0 to പൈ ബൈ 2 അല്ലേ ചോദിച്ചേക്കുന്നത്, ലെങ്ത് ഓഫ് ദി കർവ്. അപ്പം പൈ ബൈ 2 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് വേണ്ടത്. അപ്പം 0 to പൈ ബൈ 2ൻ്റെ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ എസ് ഓഫ് ടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രൽ 0 to t വി ബാർ ഓഫ് ടോ ഡി ടോ എന്നുള്ള ഫോർമുല വെച്ചിട്ട് എസ് ഓഫ് ടി കണ്ടുപിടിക്കുക. എസ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഇൻഡിക്കേറ്റഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ 0 to പൈ ബൈ 2ൻ്റെ ലെങ്താണ്. അപ്പോൾ അവിടെ എസ് ഓഫ് പൈ ബൈ 2 കണ്ടുപിടിക്കും. കിട്ടിയ എസ് ഓഫ് ടിക്കകത്ത് പൈ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആൻസർ കിട്ടും. ആൻസറും ഞാൻ പറഞ്ഞേക്കാം. ഇതിൻ്റെ എസ് ഓഫ് ടി എന്നുള്ളത് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെയ്താൽ മതി. എസ് ഓഫ് ടി ചെയ്യുമ്പം ആൻസർ എസ് ഓഫ് ടി എന്ന് പറയുന്നത് 5t വരും. ലെങ്ത് ഓഫ് ദി കർവ് 5 പൈ ബൈ 2 വരും. ലെങ്ത് ഓഫ് ദി കർവ് 5 പൈ ബൈ 2 വരും. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്യണം. ബി പാർട്ട് വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി കോസ് ടി ഐ പ്ലസ് ഇ റേസ് ടു ടി സൈൻ ടി ജെ പ്ലസ് ഇ റേസ് ടു ടി കെ. റേഞ്ച് തന്നേക്കുന്ന -log4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. -log4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആദ്യം വെലോസിറ്റി വെക്ടർ വി ബാർ ഓഫ് ടി ആണ്. അപ്പോൾ ഇ റേസ് ടു ടി കോസ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇ റേസ് ടു ടി കോസ് ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇ റേസ് ടു ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി. ഇ റേസ് ടു ടി ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ടി, അത് ഇ റേസ് ടു ടി തന്നെ. അപ്പോൾ ഇ റേസ് ടു ടി കോസ് ടി ഇത്ര ഉണ്ട് ഐ ടേം. അത് ഓരോ കമ്പോണൻറ്റ് വൈസ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇ റേസ് ടു ടി കോസ് ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം പ്രൊഡക്റ്റ് റൂളാണ്. ഇ റേസ് ടു ടിക്കകത്തും ടി ഉണ്ട്, കോസിൻ്റെ അകത്തും ടി ഉള്ളതുകൊണ്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പം ഇ റേസ് ടു ടി കോസ് ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇ റേസ് ടു ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി, അത് മൈനസ് സൈൻ ടി വന്നു. പിന്നെ ഇ റേസ് ടു ടി ഇൻറ്റു കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ടി എന്ന് പറയുമ്പം അത് ഇ റേസ് ടു ടി കോസ് ടി തന്നെ വരും. പ്ലസ് അടുത്തത് ഇ റേസ് ടു ടി സൈൻ ടി, അവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി എന്ന് പറയുമ്പോൾ കോസ് ടി പ്ലസ് ഇ റേസ് ടു ടി ഇൻറ്റു ഇനി സൈൻ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ടി സൈൻ ടി ജെ പ്ലസ് ഇ റേസ് ടു ടിയുടേത് ഇ റേസ് ടു ടി വരും. ഇനി നമുക്കിതിൻ്റെ മോഡുലസ് വേണം. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി. ഇത് ഇച്ചിരി വലുതായതുകൊണ്ടാണ് ഞാനിത് ചെയ്തു തരുന്നത്. അപ്പം നമ്മൾ ഇതിന് നമുക്ക് ഇ റേസ് ടു ടി ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം ഈസി. ആദ്യത്തിൻ്റെ അതിന് ഇ റേസ് ടു ടി പുറത്തെടുത്താൽ കോസ് ടി മൈനസ് സൈൻ ടി ഐ പ്ലസ് ഇ റേസ് ടു ടി കോസ് ടി പ്ലസ് സൈൻ ടി കെ ജെ പ്ലസ് ഇ റേസ് ടു ടി കെ എന്ന് വരും. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എടുക്കാം. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആദ്യം ഇ റേസ് ടു ടി കോസ് ടി മൈനസ് സൈൻ ടി, ഇ റേസ് ടു ടി കോസ് ടി മൈനസ് സൈൻ ടി ദ ഹോൾ സ്ക്വയർ. അടുത്തത് ഇ റേസ് ടു ടി കോസ് ടി പ്ലസ് സൈൻ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ടി സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് വരുന്നത്. ഇ റേസ് ടു ടിയുടെ സ്ക്വയർ ഇ റേസ് ടു 2t വരും. ഇ റേസ് ടു 2t. ഇനി കോസ് ടി മൈനസ് സൈൻ ടിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ ടി മൈനസ് 2 കോസ് ടി സൈൻ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി. ഇതാണ് ഫസ്റ്റ് ടേം. പ്ലസ് അടുത്തത് ഇ റേസ് ടു ടി ഇൻറ്റു കോസ് ടി പ്ലസ് സൈൻ ടിയുടെ സ്ക്വയർ. അപ്പോൾ ഇ റേസ് ടു 2t കോസ് സ്ക്വയർ ടി പ്ലസ് 2 കോസ് ടി സൈൻ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി പ്ലസ് ഇ റേസ് ടു ടിയുടെ സ്ക്വയർ ഇ റേസ് ടു 2t. ഇത്ര സ്ക്വയർ റൂട്ടാണ്. സോ ഇ റേസ് ടു 2t ഇവിടെ കോസ് സ്ക്വയറും സൈൻ സ്ക്വയറും കൂടെ നമുക്ക് 1 മൈനസ് 2 കോസ് ടി സൈൻ ടി. അടുത്തത് ഇവിടെ കോസ് സ്ക്വയറും സൈൻ സ്ക്വയറും കൂടെ ഉള്ളപ്പോൾ 1 ഇ റേസ് ടു 2t 1 പ്ലസ് 2 കോസ് ടി സൈൻ ടി പ്ലസ് ഇ റേസ് ടു 2t. ഇനി നമുക്ക് ഇ റേസ് ടു 2t കോമൺ ആയിട്ട് അങ്ങ് എടുത്താൽ ഇ റേസ് ടു 2t
1 minus 2 cos t sin t പ്ലസ് 1 പ്ലസ് 2 cos t sin t പ്ലസ് ഇവിടെ 1. ഇത്രയും ടൈമല്ലേ, ഇതിൻ്റെ അകത്തുനിന്ന് ഇത്ര എടുത്തു, ഇതിൻ്റെ അകത്ത് ഇത്ര എടുത്തു, ഇവിടെ 1 ഉള്ളൂ. അപ്പം അത് e raised to 2t 1 പ്ലസ് 1 2 വരും അല്ലെ. 1 പ്ലസ് 1 മൊത്തം 3 ഉണ്ടല്ലേ. മൈനസ് 2 cos ടിയും പ്ലസ് 2 cos t sin ടിയും കൂടെ പോകും. മൈനസ് 2 cos t sin t പ്ലസ് 2 cos t sin t പോകും. അപ്പോൾ മിച്ചം എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരും? e raised to 2t ഇൻറ്റു 3. അപ്പം റൂട്ട് ഓഫ് e raised to 2t ഇൻറ്റു 3. അപ്പോൾ നമുക്കതിനെ e raised to 2tയുടെ റൂട്ട് എടുക്കുമ്പോൾ e raised to t. അപ്പോൾ e raised to t റൂട്ട് 3 എന്ന് വരും. മോഡുലസ് ഓഫ് v ബാർ ഓഫ് t എന്ന് പറയുന്നത് റൂട്ട് 3 e raised to t വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ മോഡുലസ് ഓഫ് v ബാർ ഓഫ് t. അപ്പോൾ നമ്മൾ ചെയ്തത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓരോ ടേമിൻ്റെ അകത്തും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമായിരുന്നു ഡെറിവേറ്റീവ് എടുത്തപ്പം. എന്നിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടു. മോഡുലസ് കണ്ടപ്പോൾ നമുക്ക് e raised to t റൂട്ട് 3 എന്ന് കിട്ടി. അപ്പോൾ മോഡുലസ് ഓഫ് v ബാർ ഓഫ് t നമുക്ക് e raised to t റൂട്ട് 3 എന്ന് കിട്ടി. മോഡുലസ് ഓഫ് v ബാർ ഓഫ് t ഈക്വൽ ടു റൂട്ട് 3 e raised to t. ഇനി ആർക്ക് ലെങ്ത് എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ ഡി ടോ. നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ഇ റേസ് ടു ടി. അപ്പോൾ ഇതെന്ത് വരും? റൂട്ട് 3 ഇ റേസ് ടു ടോ എന്ന് വരും. ഡി ടോ. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അകത്തെല്ലാം വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് ഈ വി മോഡുലസ് ഓഫ് വി ബാറിൻ്റെ അകത്ത് ടി ടേം ഉണ്ട്. അപ്പോൾ ടിക്ക് പകരം നമ്മൾ ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ റൂട്ട് 3 കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു ടോയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു ടോ തന്നെ റേഞ്ച് 0 ടു ടി വരും. അപ്പോൾ അത് റൂട്ട് 3 ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു 0. അപ്പോൾ അത് റൂട്ട് 3 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1 വരും. റൂട്ട് 3 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് 1. ഇതാണ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ എസ് ഓഫ് ടി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞേക്കുന്നത് ലെങ്ത് ഓഫ് ദി ഇൻഡിക്കേറ്റഡ് പോർഷനാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് മൈനസ് ലോഗ് 4 തൊട്ട് 0 വരെയാണ്. മുമ്പത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടിക്ക് പകരം π/2 കൊടുത്താൽ മതി. ഞാൻ ആ ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഇൻഡിക്കേറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ആണ്. അവിടുത്തെ ഇനിഷ്യൽ പോയിൻറ്റ് 0 തന്നെയായിരുന്നു. എസ് ഓഫ് ടി കണ്ടുപിടിക്കാൻ നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെ ടി ഈക്വൽ ടു π/2 കൊടുക്കുമ്പോൾ ആൻസർ കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ലെങ്ത് ഓഫ് ദി കർവ് മൈനസ് ലോഗ് 4 തൊട്ട് 0 വരെയാണ്. അപ്പോൾ നമുക്ക് 0 ടു ലോഗ് 4 ആയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ മൈനസ് ലോഗ് 4 ടു 0 ആയതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. എസ് ഓഫ് ടിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റില്ല. കാരണം സാധാരണ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ടി നോട്ട് തൊട്ട് ടി വരെയുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടി നോട്ട് ടു ടി ആണ് നമ്മൾ എസ് ഓഫ് ടി ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. എസ് ഓഫ് ടി ഡിഫൈൻ ചെയ്തേക്കുന്നത് ടി നോട്ട് തൊട്ട് ടി വരെയുള്ള മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടോ ഡി ടോ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ടിക്ക് പകരം ഏത് വാല്യൂ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ടി നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണേ പറ്റുള്ളൂ. ഇവിടെ ടി നോട്ട് 0 ആയിരുന്നു. പക്ഷേ നമുക്ക് വേണ്ട ലെങ്ത് മൈനസ് ലോഗ് 4 തൊട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്യാം. ലെങ്ത് ഓഫ് ദി കർവ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി. അവിടെ ടി നമുക്ക് യൂസ് ചെയ്യാം. കാരണം കോൺസ്റ്റൻസ് ആണ് ലിമിറ്റ്. ഡി ടി എന്ന് വരും. അപ്പോൾ അത് മൈനസ് ലോഗ് 4 ടു 0. മോഡുലസ് ഓഫ് വി ബാർ ഓഫ് ടി നമുക്ക് റൂട്ട് 3 ഇ റേസ് ടു ടി എന്ന് കിട്ടിയതാണ്. അപ്പം നമുക്ക് റൂട്ട് 3 കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു ടി മൈനസ് ലോഗ് 4 ടു 0 എന്ന് വരും. അപ്പോൾ അത് റൂട്ട് 3 ഇൻറ്റു ഇ റേസ് ടു 0 മൈനസ് ഇ റേസ് ടു മൈനസ് ലോഗ് 4. അപ്പം റൂട്ട് 3 ഇൻറ്റു ഇ റേസ് ടു 0 1 ആണ്. മൈനസ് ഇ റേസ് ടു മൈനസ് ലോഗ് 4ന് നമുക്ക് ഇ റേസ് ടു 4 റേസ് ടു മൈനസ് 1 എന്ന് എഴുതാമല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. എ ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് ബി റേസ് ടു എ. അപ്പം മൈനസ് ലോഗ് 4 എന്ന് പറയുന്നത് ലോഗ് 4 റേസ് ടു മൈനസ് 1 ആണ്. അപ്പോൾ ലോഗ് 1/4 വരും. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു 1 മൈനസ് ഇ ലോഗ് 1/4 എന്ന് വരും. ഇനി ലോഗ് 1 ഇ റേസ് ടു ലോഗും കൂടെ വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു
നമുക്ക് √3 പുറത്തുണ്ട്. 1 മൈനസ് e⁴ (1/4) എന്ന് പറയുന്നത് 1/4 ആണ്. കാരണം e⁴ എന്ന് പറയുന്നത് a ആണ്. e⁴ എന്ന് പറയുന്നത് a ആണ്. അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ e⁴ (1/4) എന്ന് പറയുന്നത് 1/4 ആയിട്ട് കിട്ടും. അപ്പം നമുക്കത് √3 × 4 - 1 3/4 എന്ന് വരും. അപ്പം 3 √3/4 എന്ന് ആൻസർ കിട്ടും.